അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പേരെടുത്തു പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റഹ്മത്തുള്ളാഹി അലൈഹി. ആ ലുഖ്മാനുൽ ഹക്കീം റഹ്മത്തുള്ളാഹി തആല ബഹുമാനപ്പെട്ടവർക്ക് തത്വജ്ഞാനം നൽകപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു മുതലാളിയുടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന അടിമയായിരുന്നു. ആ മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ ഒരിക്കൽ മുതലാളി അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഒരാടിനെ അറുക്കുക, ആടിനെ അറുത്തിട്ട് ആ ആടിന്റെ ഏറ്റവും നല്ല ഭാഗം എനിക്ക് കൊണ്ടുവന്ന് തരിക. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റഹ്മത്തുള്ളാഹി തആല അലൈഹി ആടിനെ അറുക്കുകയും ആ ആടിന്റെ ഏറ്റവും നല്ല ഭാഗമായ അതിന്റെ ഹൃദയവും അതിന്റെ നാവും മുതലാളിയുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു. കുറെ നാളുകൾക്ക് ശേഷം മുതലാളി ലുഖ്മാനോട് പറഞ്ഞു, ലുഖ്മാൻ, നീ ഒരു ആടിനെ അറുക്കണം. ആടിനെ അറുത്തിട്ട് ആ ആടിന്റെ ഏറ്റവും മോശപ്പെട്ട ഭാഗം എന്റെ മുമ്പിൽ സമർപ്പിക്കുക. ലുഖ്മാനുൽ ഹക്കീം റഹ്മത്തുള്ളാഹി തആല അലൈഹി ആ ആടിന്റെ ഹൃദയവും ആടിന്റെ നാവും വീണ്ടും മുതലാളിയുടെ മുമ്പിൽ സമർപ്പിച്ചു. മുതലാളി ചോദിച്ചു, ലുഖ്മാൻ, ആദ്യത്തെ തവണ ആടിനെ അറുക്കാൻ പറയുകയും ആ ആടിന്റെ ഏറ്റവും നല്ല 2 ഭാഗങ്ങൾ എന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തപ്പോ നീ കൊണ്ടുവന്നത് ഇതേ ഹൃദയവും ഇതേ നാവും തന്നെയായിരുന്നു. രണ്ടാമത് ഏറ്റവും മോശപ്പെട്ട ഭാഗം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ നീ ഇത് തന്നെയാണ് കൊണ്ടുവന്നത്. എന്തുകൊണ്ടാണ് ലുഖ്മാൻ ഇങ്ങനെ? ലുഖ്മാനുൽ ഹക്കീം റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞു, നഅം യാ സയ്യിദി ഇന്നൽ ഖൽബ വൽ ലിസാന ഹുമാ അസ്ലഹു ഷൈഇൻ വഹുമാ അഖ്ബസു ഷൈ. തീർച്ചയായും ഒരു ജീവിയുടെ ഹൃദയവും അതിന്റെ നാവുമാണ് ആ ജീവിയുടെ ഏറ്റവും നല്ല 2 വസ്തുക്കളും ഏറ്റവും മോശപ്പെട്ട 2 വസ്തുക്കളും. ഈ 2 വസ്തു നന്നായാൽ ഏറ്റവും നല്ലതാണ്, ഇത് മോശപ്പെട്ടാൽ ഏറ്റവും മോശമാണ്. അതുകൊണ്ട് താങ്കളെ പരിഹസിക്കാനോ താങ്കളെ കളിയാക്കാനോ അല്ല 2 തവണയും ഞാൻ ഒരേ അവയവം തന്നെ കൊണ്ടുവന്നത്. അങ്ങനെ ഒരേ അവയവം തന്നെ കൊണ്ടുവന്നതിന്റെ പിന്നിലുള്ള യുക്തി ഇതാണ് എന്ന് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റഹ്മത്തുള്ളാഹി തആല അലൈഹി